ഞങ്ങൾക്ക് പിന്നെ ഇതൊരു തിയേറ്റർ റിലീസിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. നമുക്ക് ഇങ്ങനൊരു സ്വഭാവം കൂടി സിനിമയുടെ കൂട്ടത്തിലുണ്ട് എന്ന് ടൊവിനോണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ IFFIയിലേക്കും ഗോവയിലേക്കും വന്നു. ഞാനും എൻ്റെ സുഹൃത്ത് രവിശങ്കറും ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത്. രവിശങ്കർ ഭീഷ്മപർവ്വത്തിൻ്റെ കോറൈറ്റർ, റാണി പത്മിനിയുടെയൊക്കെ കോറൈറ്ററായിരുന്നു. രവിശങ്കറാണ് ഇതിൻ്റെ രചന ഈ സിനിമയുടെ. അപ്പോൾ രവിയും ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ പഠിച്ചത്, ഒരുമിച്ചാണ് സിനിമകൾ കണ്ടത്, ഒരുമിച്ചാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോലി വിട്ട് ഇറങ്ങി തിരിച്ചത്. 10 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് ഈ സന്തോഷ് ചേട്ടനെ പോലത്തെ, ബിനു ചേട്ടനെ പോലത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ നല്ല സപ്പോർട്ടുള്ളതുകൊണ്ട് അതിനെ വലിയ രീതിയിൽ ഒരു സിനിമയാക്കി എടുക്കാൻ പറ്റി. ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമകളും ഞങ്ങൾ സിങ് സൗണ്ട് വേണം നിർബന്ധപ്പെടുത്തുന്ന സിനിമകളാണ്. ഈ പറയുന്ന രീതിയിലേക്ക് അതിനെ വർക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സിങ് സൗണ്ട് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ ടേക്കുകൾ എടുക്കും, കുറേ സാധനം അവർ പല ഡയലോഗുകൾ പറയും. അതിൽ നിന്ന് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഇതിൻ്റെ സിനിമയുടെ രൂപം കറക്റ്റായിട്ട് വരിക. ഞങ്ങളൊരു പുതിയൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പുതിയ ആക്ടേഴ്സിന് വെച്ചിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഇതിനെ പുറത്തേക്ക് ആൾക്കാർ അറിയണം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊരു വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഭയങ്കരമായിട്ട് സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്.